എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. സോ അലോട്ട്മെന്റ് കിട്ടിയ കാൻഡിഡേറ്റ്സ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 24-ാം തീയതിയാണ്. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 25-ാം തീയതിയാണ്. നേരത്തെ അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീസ് അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് ഓൺലൈനായിട്ടും പിന്നെ ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് വഴിയും പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അലോട്ട്മെന്റ് കിട്ടിയവർ അലോട്ട്മെന്റ് മെമ്മോയും ഡോക്യുമെന്റ്സും ഫീസുമായിട്ട് പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നേരത്തെ അലോട്ട്മെന്റ്സിൽ വേറെ കോളേജ് കിട്ടുകയും ആ കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഇപ്പോൾ ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ കിട്ടിയ കോളേജിലോട്ട് മാറേണ്ടതാണ്. പുതിയതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവരാണെങ്കിൽ അതായത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡിൽ ഒന്നും കിട്ടാതെ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഫസ്റ്റ് എന്ത് ചെയ്യുക? ടോക്കൺ ഫീസ് അടയ്ക്കുക. എന്നിട്ട് ഡോക്യുമെന്റ്സ് പിന്നെ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോയും പ്രിന്റ് എടുത്ത് പിന്നെ ഫീസിന്റെ കാര്യം കോളേജസിൽ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോളേജിൽ ജോയിൻ ചെയ്യുക. കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റി LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന അലോട്ട്മെന്റ് മെമ്മോയിൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പിന്നെ LBSന്റെ പ്രോസ്പെക്ടസിലുള്ള ഡോക്യുമെന്റ്സും കൂടെ എന്ത് ചെയ്യണം? രണ്ടും ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, എക്സ്ട്രാ ഡോക്യുമെന്റ്സ് വല്ലതും കൊണ്ടുപോകണമെന്ന് അലോട്ട്മെന്റ് കിട്ടിയ കോളേജുകളിൽ വിളിച്ച് ചോദിക്കുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നേരത്തെ ഒരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. 3rd അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ടൈം പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ, അതായത് ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് എടുക്കണമെന്ന്. സോ പ്രോസ്പെക്ടസിലുള്ളതും അതും കൂടെ രണ്ടും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വയ്ക്കുക. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച സ്റ്റുഡൻസിന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. CBSE, ICSE അങ്ങനെയുള്ള സിലബസിൽ പഠിച്ച അല്ലെങ്കിൽ ബോർഡിൽ പഠിച്ച സ്റ്റുഡൻസിനാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒഫീഷ്യൽ സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുക അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഓരോ അലോട്ട്മെന്റിന്റെയും കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ അപ്പോൾ ഇനി എത്ര വേക്കൻസീസ് ആണ് അടുത്ത അലോട്ട്മെന്റിന് ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ കോളേജിൽ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങുന്നത് അടുത്ത മാസം 1-ാം തീയതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ് ഇനിയും സീറ്റ് വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ അടുത്ത 5th സ്പെഷ്യൽ അലോട്ട്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും. സീറ്റ് വേക്കൻസിക്ക് എന്ത് ചെയ്യും? കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അലോട്ടഡ് ലിസ്റ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നേരത്തെ കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്ത് NOC വാങ്ങിച്ച് 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേറൊരു കോളേജിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കിട്ടിയ കോളേജിലോട്ട് ചെന്ന് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്ത് ചോദിക്കാം. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.